ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിഫ്റ്റിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടാവും. സോ ആ ലിഫ്റ്റിൽ ചെറിയ സമയത്ത് നിങ്ങൾക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് വെയിറ്റ് കൂടിയതും താഴോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞതൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ആ മെക്കാനിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം. എവിടെ? യെസ്, വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ നിൽക്കുന്ന ബോഡിക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ചില സമയത്ത് എന്താണ് ഛർദ്ദിക്കാൻ അറിയലും ഭയങ്കര ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു ഇതുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് നോക്കിയാലോ? നോക്കാം. ആക്ച്വലി വെയിറ്റ് എന്താണെന്ന് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. എന്താണ് വെയിറ്റ്? യെസ്, നമ്മളിലേക്ക് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് വെയിറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമ്മുടെ മാസാണ്. ഓക്കെ, ഇത് നമ്മുടെ മാസാണ്. ഇത് എൻ്റെ ഒരു സർഫസ് ആണെന്ന് വിചാരിച്ചോ. സർഫസ് ആണ്. ഞാൻ എന്താക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എനിക്കൊരു ഫോഴ്സ് അല്ലേ എൻ്റെ മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതാണെന്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് താഴോട്ട് എന്തുണ്ടാവും? എൻ്റെ വെയിറ്റ് ഉണ്ടാവും. mg അല്ലേ വെയിറ്റ്? എൻ്റെ വെയിറ്റ് ഉണ്ടാവും. എന്താക്കും ഈ സർഫസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3rd law പ്രകാരം എന്താണ്? യെസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവില്ലേ? സോ ഈ സർഫസ് എന്താണ് എന്നിലേക്ക് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതാണെന്ത് നോർമൽ ഫോഴ്സ്. ആർ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആർ ഓർ എൻ ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ആർ ഓർ എൻ നോർമൽ ഫോഴ്സ്. എന്താണ് നോർമൽ ഫോഴ്സ്? നോർമൽ ഫോഴ്സ് എപ്പോഴും സർഫസിന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നോർമൽ ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. സർഫസിന് ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നോർമൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സർഫസ് ഉണ്ടല്ലോ, സർഫസ് നമ്മളിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് തരും. അതാണെന്ത് നോർമൽ ഫോഴ്സ്. അതാണ് ഇവിടെ പറഞ്ഞത് വെയിറ്റ് ഓഫ് എ ബോഡി ഇസ് ദ നോർമൽ റിയാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ സർഫസ് ഇൻ കോൺടാക്ട് വിത്ത് ദാറ്റ് ബോഡി. അതായത് ഒരു ബോഡി ഒരു സർഫസുമായിട്ട് കോൺടാക്റ്റിൽ നിൽക്കുന്ന സമയത്ത് ബോഡി എന്തായാലും സർഫസിലേക്ക് ഒരു വെയിറ്റ് കൊടുക്കും, നമ്മുടെ വെയിറ്റ് കൊടുക്കും. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആര് തരും? സർഫസ് നമ്മളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണെന്ത് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ആറും നമ്മുടെ വെയിറ്റും എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, ആറും നമ്മുടെ വെയിറ്റും ഈക്വൽ ആണ്. സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണ് നോക്കിയാലോ നമുക്ക്. ഇതൊക്കെ ഒന്ന് മായ്ക്കാണ്. ഓക്കെ, 1ാമത്തെ കേസ് ഞാൻ എന്താക്കാണ് ലിഫ്റ്റിൽ കയറിയുന്നു. ഇതെന്റെ വെയിങ് മെഷീനാണ്. ഓക്കെ, ഞാനൊരു വെയിങ് മെഷീനും എടുത്തിട്ടാണ് എന്താ ഇവിടെ കയറിയത്. യെസ്, ലിഫ്റ്റിൽ കയറി നിന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ലിഫ്റ്റ് റെസ്റ്റിലാണ്. റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. അങ്ങനെയാണ് ഏത് കേസിലാണെങ്കിലും, അതായത് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, ആ രണ്ട് ഏത് കേസിലാണെങ്കിലും നമുക്കറിയാം എന്ത് ആക്സിലറേഷൻ എന്തായിരിക്കും അവിടെ? യെസ്, ആക്സിലറേഷൻ അവിടെ 0 ആയിരിക്കും. അതായത് ആക്സിലറേഷൻ 0 ആയൊരു കണ്ടീഷൻ. അതായത് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ഞാൻ പോവാണ്, എൻ്റെ ലിഫ്റ്റിൽ കയറിയിരുന്നു. എന്താണ് ലിഫ്റ്റിൽ എങ്ങനെയാണ്? യെസ്, വെയിങ് മെഷീനിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വെയിങ് മെഷീനിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ എന്താണ്? യെസ്, ആക്സിലറേഷൻ ഇല്ല, 0 ആണ്. കാരണം ലിഫ്റ്റ് എന്താണ് റെസ്റ്റിലാണ്. റെസ്റ്റിലായ ഒരു ബോഡിക്ക് എന്താണ് വെലോസിറ്റി ഉണ്ടാവില്ല. സോ ദർ ഇസ് നോ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതാണെന്ത് ഞാനാണല്ലേ, എനിക്കൊരു മാസ് ഉണ്ട്. ആ മാസിൽ ഞാൻ എം എന്ന് ഡിനോട്ട് ചെയ്യാം. ദിസ് ഈസ് എം ആണത്. ഓക്കെ, ഈ എം എന്താണ്? യെസ്, ഞാൻ എന്താണ്? യെസ്, എൻ്റെ വെയിങ് മെഷീനിലേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യും. എൻ്റെ വെയിങ് മെഷീനിലേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് താഴോട്ട് എന്തുണ്ടാവും? എനിക്ക് എൻ്റെ വെയിറ്റ് ഉണ്ടാവും mg. ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ സർഫസിലേക്ക് കൊടുക്കുന്നതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആര് തരും? സർഫസ് നമ്മളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ ആറും വരച്ചു. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്താണ്? നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണടാ? നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അല്ലേ? ടോട്ടൽ ഫോഴ്സ് ആണല്ലോ. ദാറ്റ് ഈസ് ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? യെസ്, r മൈനസ് mg അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ r മൈനസ് mg ആയിരിക്കും. നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ ഫോഴ്സ്. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് ആക്സിലറേഷൻ എന്താണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? കേസ് 1 നമ്മുടെ ആക്സിലറേഷൻ എന്താണ്? യെസ്, ആക്സിലറേഷൻ 0 ആണ്. കാരണം
റെസ്റ്റിലാണ് ആര്, നമ്മുടെ ലിഫ്റ്റ് റെസ്റ്റിലാണ്. സോ ആക്സിലറേഷൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ എഫ് നെറ്റിന് പകരം ഞാൻ എന്ത് കൊടുക്കാണ്, എൻ്റെ MA കൊടുക്കാണ്. ദാറ്റ് ഈസ് MA is equal to R minus mg. ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. സോ m into 0 is equal to R minus mg. m into 0 means എന്താണ്? 0. That is 0 is equal to R minus mg. ഈ mg നെ ഞാൻ എന്താക്കാണ്, ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. നെഗറ്റീവ് ഈക്വൽ ടുയുടെ മറു സൈഡിലേക്ക് പോയി എന്താവും അത്? യെസ്, പോസിറ്റീവായിട്ട് മാറും അല്ലേ? ദാറ്റ് ഈസ് mg is equal to R എന്ന് കിട്ടും. ഓർ എന്ത് കിട്ടും? R is equal to mg എന്ന് കിട്ടി. R is equal to mg എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? എന്താണ് R is equal to mg എന്ന് വെച്ചാൽ? യെസ്, നോർമൽ ഫോഴ്സും നമ്മുടെ വെയിറ്റും എന്താണ്? ഈക്വൽ ആണ്. അതായത് നമ്മുടെ വെയിറ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല റെസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് റെസ്റ്റിലോ ഓർ യൂണിഫോം മോഷനിൽ പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ആക്സിലറേഷൻ 0 ആയ കണ്ടീഷനിൽ നമ്മൾ ലിസ്റ്റിൽ പോവുകയാണെങ്കിൽ അവിടെ എന്താണ്? യെസ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ അവർ വെയിറ്റ്. നമ്മുടെ വെയിറ്റിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല. അതാണ് ഇവിടെ കണ്ടത്. ഈ ലാസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. R is equal to mg. കേസ് 1. എപ്പം കേസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, വെൻ ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് or up, moving up or down with a uniform velocity. യൂണിഫോം മോഷൻ ഓർ റെസ്റ്റിലാവുന്ന സന്ദർഭങ്ങളിൽ എന്തായിരിക്കും? യെസ്, നമ്മുടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? യെസ്, നമ്മുടെ വെയിറ്റിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്താണ്? യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല നമ്മുടെ വെയിറ്റിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ നോക്കിയേ, എഫ് നെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? MA ആണ് അല്ലേ? MA ആണ്. ദാറ്റ് ഈസ് R minus mg. ഇവിടുത്തെ ഈ സിസ്റ്റത്തിലുള്ള ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്താണ്? യെസ്, R minus mg ആണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ 0 ആണ്. സോ m ഇൻറ്റു ആണ് അത്, m into 0. ദാറ്റ് ഈസ് m into 0 മീൻസ് എന്താണ്? 0 ആണ്. സോ R minus mg is equal to 0. ദാറ്റ് ഈസ് ഈ mg ഞാൻ എന്താക്കണം? ഈക്വൽ ടു സൈഡിലേക്ക് എടുക്കുകയാണ്. സോ എന്ത് കിട്ടി? R is equal to mg. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? യെസ്, നോ ചേഞ്ച് ഇൻ വെയിറ്റ് ഓഫ് ദി ബോഡി. അല്ലേ, നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള വെയിറ്റ് ചേഞ്ച് ഉണ്ടാവുന്നില്ല. നമ്മുടെ വെയിറ്റിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുന്നില്ല. എത്രയാണോ വെയിറ്റ് അതേ വെയിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, കേസ് 2ലേക്ക് പോവാം. ഓക്കെ, ദിസ് ഇസ് അവർ കേസ് 2. എന്താണ് ഇവിടെ വന്ന മാറ്റം? നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? ആക്സിലറേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു 0. ഒരു സം ആക്സിലറേഷനിലാണ് ഇപ്പൊ പോകുന്നത്. അതായത് ഒരു യൂണിഫോം ആക്സിലറേഷനിലാണ്. എങ്ങോട്ട് പോകുന്നത്? യെസ്, മുകളിലോട്ടാണ് എൻ്റെ യെസ് ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്. ഓക്കെ, മുകളിലോട്ടാണ് എന്ത് എൻ്റെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ വെയിറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നോക്കൂ. അതായത് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? നേരത്തെ അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഇതെൻ്റെ മാസ് ആണെങ്കിൽ താഴോട്ട് എന്തുണ്ടാവും? യെസ്, എൻ്റെ വെയിറ്റ് ഉണ്ടാവും. ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, R minus mg. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം നമുക്ക്. യെസ്, എഫ് ഇസ് ഈക്വൽ ടു MA. ഇവിടുത്തെ 0 ആയി മാറുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ സം ആക്സിലറേഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ? ഒരു യൂണിഫോം ആക്സിലറേഷൻ A എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിലറേഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ എന്ത് വരും? A തന്നെയായിട്ട് നിലനിൽക്കും. സെറ്റാണോ? MA is equal to R minus mg. ഈ മൈനസ് mg ഞാൻ എന്താക്കാണ്? യെസ്, ഈക്വൽ ടൂടെ സൈഡിലേക്ക് എടുക്കുകയാണ്. സോ എന്ത് കിട്ടും? MA plus mg കിട്ടും. MA plus mg കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, അവർ നോർമൽ റിയാക്ഷൻ. ഈ m എന്താണ്? കോമൺ അല്ലേ? MAയിലും mgയിലും m ഉണ്ട്. സോ ആ രണ്ട് mനെ ഞാൻ എന്താക്കണം? കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് m into A plus g is equal to എന്ത് കിട്ടി? R എന്ന് കിട്ടി. അതായത് നിങ്ങൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ട്. അതായത് നിങ്ങൾ ഇതിലേക്കൊന്ന് m മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എന്ത് കിട്ടും? നമുക്ക് ഈ MA plus mg തന്നെ കിട്ടും. ഓക്കെ, m into A plus g is equal to എന്ത് കിട്ടി? നോർമൽ റിയാക്ഷൻ എന്ന് കിട്ടി. അതായത് ഇവിടെ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? യെസ്, ഒരു അഡീഷനിലെ ഒരു അഡീഷൻ ആണ്. പ്ലസ് A plus g എന്ത് കൂടി? യെസ്, എൻ്റെ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ദാറ്റ് മീൻസ് എന്താണ് ഇവിടെ വെയിറ്റിന് മാറ്റം ഉണ്ടായില്ലേ? എന്ത് മാറ്റം? യെസ്, വെയിറ്റ് കൂടി. അതായത് എന്താണ്, വെൻ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ, മുകളിലോട്ട് പോവുകയാണ്. എന്താണ്, മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്റെ വെയിറ്റ് എന്തായി? കൂടി. വെയിറ്റ് എന്തായി? കൂടി. നോക്കൂ, വെൻ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ എ, എങ്ങോട്ടാണ്? അപ്പാണ്. അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ എ എന്തായി? ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻക്രീസസ്. വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻക്രീസസ്. ബോഡിയുടെ വെയിറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. നോക്കിയേ, എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. ആർ മൈനസ് എം ജി ആണ് ഈക്വൽ ടു എം എ. എന്താക്കി? ഈ എം ജിനെ ഞാൻ എന്താക്കി? യെസ്, എം എയുടെ അടുത്തേക്ക് എടുത്തു. ദാറ്റ് മീൻസ് എം ജി പ്ലസ് എം എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എമ്മിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പം എന്ത് കിട്ടി? ജി പ്ലസ് എ എന്ന് കിട്ടി. ഓക്കെ ആണോ? സെറ്റ് ആണോ? ജി പ്ലസ് എന്ന് എഴുതിയാലും എ പ്ലസ് ജി എഴുതിയാലും മാറ്റമൊന്നും ഉണ്ടാവില്ല, സെയിം അല്ലേ, സം അല്ലേ. അതുകൊണ്ട് ഓക്കെ, ദ വെയിറ്റ് ഓഫ് ദ ബോഡി എന്തായി? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നേരത്തെ കേസ് എന്തായിരുന്നു? യെസ്, ആക്സിലറേഷൻ 0 ആയിരുന്നു, അല്ലെങ്കിൽ റെസ്റ്റിലായിരുന്നു എൻ്റെ ലിഫ്റ്റ്. ആ സമയത്ത് എന്താണ്, എൻ്റെ വെയിറ്റിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല. ബട്ട് ഇൻ ദിസ് കേസ് എന്താണ്, ലിഫ്റ്റ് ഈസ് മൂവിങ് വിത്ത് സം ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ ഏതാണ് എൻ്റെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. സോ എന്താണ്, വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻക്രീസസ്. ബോഡിന്റെ വെയിറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് കേസ് 3. കേസ് 3യിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? യൂണിഫോം ആക്സിലറേഷൻ എയിൽ തന്നെയാണ് പോകുന്നത്, പക്ഷെ ഡയറക്ഷൻ മാറി. നേരത്തെ മുകളിലോട്ട് പോയ ലിഫ്റ്റ് ഇപ്പൊ അങ്ങോട്ടാണ്, താഴോട്ടേക്കാണ് പോകുന്നത് അല്ലേ? ഡൗൺ ആണ്. ഡൗൺ വിത്ത് ആൻ യൂണിഫോം ആക്സിലറേഷൻ എ. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ എ, അതായത് ആക്സിലറേഷനിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുന്നില്ല, യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതായത് നോക്കിയ നേരത്തെ സെയിം കേസ് തന്നെ, മാസ് താഴോട്ട്, നമ്മുടെ വെയിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ കേസ് നിങ്ങൾ തന്നെ പറഞ്ഞടാ എന്തായിരിക്കും? യെസ്, എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെയും ആർ മൈനസ് എം ജി അല്ലേ? അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തറിയാം നമുക്ക്? യെസ്, എം എ ആണെന്നറിയാം. ഇസ് ഈക്വൽ ടു ആർ മൈനസ് എം ജി. ഇവിടെ എന്താണ്, ആക്സിലറേഷൻ താഴോട്ടല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ താഴോട്ട് വരുന്നതിന്റെ ആക്സിലറേഷൻ നമ്മൾ എന്താക്കണം? യെസ്, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മുകളിലോട്ട് പോകുന്ന ആള് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് വരുന്ന ആൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. നേരത്തെ കേസിൽ മുകളിലോട്ട് പോകുമായിരുന്നു, സോ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു. ഈ കേസിൽ എന്താണ്, താഴോട്ടാണ് ആക്സിലറേഷൻ വരുന്നത്, സോ നമ്മൾ എന്താക്കണം? നെഗറ്റീവ് ആക്കി എടുക്കണം. സെറ്റ് ആണെന്ന് നോക്കൂ, എന്താവും? മൈനസ് എം എ ആയിട്ട് മാറും. ഓക്കെ, മാസ് മൈനസ് ആവില്ല, പക്ഷേ എ എന്താവും? മൈനസ് ആവും. സോ എം ഇൻറ്റു മൈനസ് എന്തായി? മൈനസ് എം എ ആയി. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്താക്കാണ്? യെസ്, എൻ്റെ ഈ എം ജിയിൽ ഞാൻ എന്താക്കാണ്? ഈ എം ജിയിൽ ഞാൻ എന്താക്കാണ്? മൈനസ് എം എയുടെ അടുത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എന്ത് വരും? യെസ്, എം ജി മൈനസ് എം എ. എം ജി മൈനസ് എം എ കിട്ടും അല്ലേ? ഇസ് ഈക്വൽ ടു യെസ് എൻ്റെ നോർമൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് എം വീണ്ടും കോമൺ ആണ്. എം ഇൻറ്റു ജി മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ്റെ നോർമൽ റിയാക്ഷൻ. എന്താണ് ഇവിടെ കാണുന്നത്? യെസ്, ഇവിടെ ഒരു ഡിക്രീസ് കാണുന്നില്ലേ നിങ്ങൾ? ജി മൈനസ് എ ആണ്, ഡിക്രീസ് ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് ലിഫ്റ്റ് ഡൗൺവേർഡിലേക്ക് സം യൂണിഫോം ആക്സിലറേഷൻ എയിൽ എന്താണ്, ഡൗൺവേർഡ് മോഷനിലാണെങ്കിൽ എന്താണ് എൻ്റെ ബോഡിക്ക് സംഭവിക്കുക? യെസ്, എന്താണ്, വെയിറ്റ് ഓഫ് ദ ബോഡി ഡിക്രീസ് ചെയ്യും. ഓക്കെ, നോക്കൂ, വെൻ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ എ എന്താണ്? എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എം എ ആണ്. ദാറ്റ് ഈസ് എഫ് നെറ്റ്. ഈ സിസ്റ്റത്തിൽ എഫ് നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം. ഇവിടെ എന്താണ്? യെസ്, വീണ്ടും ഞാൻ എന്താക്കി? ഈ ആറിന് ഇവിടത്തേക്കും എൻ്റെ എം എനെ ഇപ്പുറത്തേക്കും എടുത്തു. കാരണം എന്താണ്, ഞാനിവിടെ ആർ മൈനസ് എം ജി എന്നായിരുന്നു എടുത്തത്. ഓക്കെ, ഇവിടെ എന്താണ്? എം ജി മൈനസ് ആറിനാണ് എടുത്തത്. അത് നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി എന്താണ്? ആർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ. ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഒരു ഡിക്രീസ് ആണ് കാണുന്നത്. ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഡിക്രീസസ്. എന്താണ് വെയിറ്റിന്റെ ബോഡി സംഭവിക്കുന്നത്? വെയിറ്റ് ഓഫ് ദി ബോഡി ഡിക്രീസസ്. വെയിറ്റ് ഓഫ് ദി ബോഡി എന്താ? ഡിക്രീസ് ചെയ്തു. സെറ്റ് ആണോ? ലാസ്റ്റ് ഒരു കേസ് ഉണ്ട്, അതാണെന്ത്? കേസ് 4. ഇത്രയും നേരം നമ്മൾ എന്താണ്, ഒരു മെക്കാനിസത്തിന്റെ അണ്ടർ കൺട്രോളിലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്താണ്, ടോട്ടലായിട്ട് കൺട്രോൾ വിടുകയാണ്. ദാറ്റ് മീൻസ് ലിഫ്റ്റ് പൊട്ടിപ്പോയി.
അങ്ങനെയാണ് സമയത്ത് നമ്മുടെ മേലിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടാവോ? ഇല്ല. ഓൺലി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? യെസ്, നമ്മുടെ ജിയിലെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെ അന്നപ്പോൾ ആക്ട് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്? എൻ്റെ ആക്സലറേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എൻ്റെ എ എന്തിന് ഈക്വൽ ആയിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് എന്തായിരിക്കും എൻ്റെ നെറ്റ് ഫോഴ്സ് എന്താണ്? യെസ്, ആർ മൈനസ് എം ജി. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. നമുക്കറിയാം എന്ത് ഇവിടുത്തെ എ എന്താണ്? യെസ്, എ ഇസ് ഈക്വൽ ടു ജി ആണ്. സോ ഈ എക്ക് പകരം ഞാൻ എന്താക്കാണ്? ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു ആർ മൈനസ് എം ജി ആണോ? ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? താഴോട്ടേക്കല്ലേ വരുന്നത്. ഇവിടെയും എന്താണ്? ലിഫ്റ്റ് ഡൗൺവേർഡേക്കാണുള്ളത്. സോ എന്താക്കണം നമ്മൾ? യെസ്, മൈനസ് ഇടണം. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഈ എം ജിയിൽ ഞാൻ ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. സോ എം ജി മൈനസ് എം ജി ഇസ് ഈക്വൽ ടു ആർ. എം എന്താണ്? കോമൺ ആണ്. സോ എമ്മിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ജി മൈനസ് ജി ഇസ് ഈക്വൽ ടു ആർ. ജി മൈനസ് ജി എന്താണ്? 0. ഇതെന്തായി? 0 ആയി മാറില്ലേ? ദാറ്റ് ഈസ് എം ഇൻറ്റു 0 എന്താണ്? 0. സോ വി ഗെറ്റ് ദി ആൻസർ. എൻ്റെ നോർമൽ റിയാക്ഷൻ ഓർ മൈ വെയിറ്റ് എന്താണ്? 0 ആയി മാറി. ഇപ്പോഴാണ് കണ്ടീഷൻ ശ്രദ്ധിക്കണം. എന്താണ്? ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ് ഓർ എന്താണ്? പൊട്ടി വീണു. ആൻഡ് ഇറ്റ് മൂവ്സ് ഡൗൺവേർഡ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. അവിടെ ആര് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആക്സലറേഷൻ ടു ഗ്രാവിറ്റി മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ എൻ്റെ ആക്സലറേഷൻ ഉണ്ടായി ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആയി മാറി. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിന് എൻ്റെ എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ മൈനസ് എം ജി ആയിരിക്കും. പക്ഷേ എം എക്ക് പകരം എന്ത് വരും? ജി വരും. താഴോട്ടായതിനെ കൊണ്ട് എന്ത് വരും? മൈനസ് വരും. മൈനസ് എം ജി ആയിരിക്കും. സോ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ആർ മൈനസ് എം ജി. ഈ എം ജിയിൽ ഞാൻ എന്താക്കണം? മൈനസ് എം ജിയുടെ അടുത്തേക്ക് എടുക്കുകയാണ്. സോ എം ജി മൈനസ് എം ജി. സോ എം കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. എം ഇൻറ്റു ജി മൈനസ് ജി ഇസ് ഈക്വൽ ടു ആർ. ജി മൈനസ് ജി എന്താണ്? 0. സോ എം ഇൻറ്റു 0 0 ആയി. ദാറ്റ് ഈസ് എൻ്റെ വെയിറ്റ് എന്തായി? 0 ആയിട്ട് മാറി. വെയിറ്റ്ലെസ് അനുഭവപ്പെടും. ഓക്കെ, വെൻ ദ ലെഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ്. ഫെയിൽഡ് വെച്ചാൽ പൊട്ടി. ഓക്കെ, ആൻഡ് മൂവ്സ് ഡൗൺ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. അതായത് ഇവിടെ എന്തായിരിക്കും? ആർ ഈക്വൽ ടു എം ജി മൈനസ് എം. നേരത്തെ അതേ കേസിൽ നമ്മൾ കണ്ടു എന്താണ്? എം ജി മൈനസ് എം ആണ് വരികയെന്ന് അല്ലേ? ഡൗൺവേർഡിൻ്റെ സെയിം കേസ് തന്നെയാണ്. പക്ഷേ ഈ എക്ക് പകരം അവിടെ എന്താവും? ജി ആയിട്ട് മാറുന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? എ ഈക്വൽ ടു ജി ആണ്. സോ എൻ്റെ എക്ക് പകരം ഞാൻ എന്ത് പുട്ട് ചെയ്തു? ജി പുട്ട് ചെയ്തു. സോ എം ജി മൈനസ് ജി ഇസ് ഈക്വൽ ടു 0. അതായത് എന്താണ്? ദ ബോഡി എക്സ്പീരിയൻസ് വെയ്റ്റ്ലെസ്നെസ്. എന്താണ്? ബോഡി എക്സ്പീരിയൻസ് വെയ്റ്റ്ലെസ്നെസ്. ബോഡിക്ക് വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. നമ്മുടെ സ്പേസിലൊക്കെ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നീലാംസ്ട്രോങ് ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ലിഫ്റ്റിനുള്ളിൽ പറന്ന് നടക്കാൻ പറ്റും. കാരണം വെയിറ്റ് ഇല്ല, നിങ്ങൾക്ക് വെയ്റ്റ്ലെസ്നെസ് ആണ്. ഓക്കെ, സെറ്റാണോ? അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം പറഞ്ഞൊന്ന് സമ്മറൈസ് ചെയ്ത് തരാം. കേസ് 1. കേസ് 1 എന്തായിരുന്നു? യെസ്, അവിടെ എനിക്ക് എൻ്റെ ആക്സിലറേഷൻ 0 ആയിരുന്നു. ഓർ എന്താണ്? റെസ്റ്റിലായിരുന്നു ആരുള്ളത്? എൻ്റെ ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ എൻ്റെ വെയിറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? യെസ്, ആർ ഇസ് ഈക്വൽ ടു എം ജി ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് നോ ഡിക്രീസ് ആണ്. നോ ചേഞ്ച് നേതാ. നോ ചേഞ്ച്. എൻ്റെ വെയിറ്റിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടായില്ല. നെക്സ്റ്റ് കേസ് 2. കേസ് 2 എന്തായിരുന്നു? യെസ്, ആക്സിലറേഷൻ എന്താണ്? സം ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, ഒരു യൂണിഫോം ആക്സിലറേഷൻ എ ഉണ്ട്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അപ്വാർഡ് മോഷനിലായിരുന്നു. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? പറഞ്ഞേ. യെസ്, എനിക്കൊരു ആക്സലറേഷൻ ഉണ്ട് അല്ലേ? അതായത് എനിക്ക് കിട്ടിയത് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു അഡിഷൻ കണ്ടു, ജി പ്ലസ് എ ആണ് അല്ലേ? അതായത് എന്തായി? എൻ്റെ വെയിറ്റ് എന്തായി? വെയിറ്റ് ഇൻക്രീസസ് അല്ലേ? ഇൻക്രീസസ്. എൻ്റെ വെയിറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. ഇനി കേസ് 3 പറഞ്ഞ എന്തായിരുന്നു? കേസ് 3 എന്തായിരുന്നു നിങ്ങൾ കണ്ടത്? യെസ്, അവിടെയും സം ഒരു യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്.
പക്ഷെങ്കിൽ എന്താണ് ഒരു ഡൗട്ട്, എന്താണ് സോറി മാറ്റം എന്താണ്? യെസ്, ഡൗൺവേർഡ് മോഷനാണ്. ഡൗൺവേർഡ് മോഷനിലായിരുന്നു ഉള്ളത് ആര്? ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയത് R is equal to m into g minus a അല്ലേ? അതായത് ഡിക്രീസ് ആണ് അവിടെ കാണിച്ചത്. വെയിറ്റ് എന്തായി? ഡിക്രീസസ്. എൻ്റെ വെയിറ്റ് എന്തായി? ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് ആണ് നമ്മുടെ കേസ് 4 അല്ലേ? കേസ് 4 എന്തായിരുന്നു? യെസ്, എന്താണ്? യെസ്, അണ്ടർ ഫ്രീ ഫോളിന്റെ കേസിലെ അല്ലെങ്കിൽ ലിഫ്റ്റ് മെക്കാനിസം എന്തായി? ഫെയിൽ ആയി. ആ കേസായിരുന്നു കണ്ടത്. അവിടെ എന്താണ്? എക്ക് പകരം എന്താവും? യെസ്, സം ജി ആയിട്ട് മാറും അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആവും ആര്? എൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ R is equal to എന്ത് കണ്ടു? 0 എന്ന് കണ്ടു. ദാറ്റ് ഈസ് നോ വെയിറ്റ് ഓർ വെയിറ്റ്ലെസ്നെസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾ പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാസ്റ്റ് കേസും അതായത് റെസ്റ്റിലാകുന്ന സമയത്ത് R is equal to mg ആണെന്നും അപ്വാർഡ് മോഷനിൽ യൂണിഫോം ആക്സിലറേഷനിൽ അപ്വാർഡ് മോഷനിൽ പോവുകയാണെങ്കിൽ R is equal to m into g plus a ആണെന്നും ആക്സിലറേഷനിൽ അതായത് സം ആക്സിലറേഷനിൽ ഡൗൺവാർഡ് മോഷനിൽ പോവുകയാണെങ്കിൽ R is equal to m into g minus a ആണെന്നും അണ്ടർ ഫ്രീ ഫോൾ കണ്ടീഷൻ ഓർ വെയിറ്റ് എന്താണ് ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽ ആയ കണ്ടീഷനിൽ R is equal to 0 ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെറിവേഷൻ അറിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്താണ് ഈ 4 കാര്യങ്ങൾ, ഈ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്താക്കണം? പഠിച്ചു വെക്കണം. കാരണം നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുണ്ടാവും. സോ ദിസ് ഇസ് അവർ പ്രോബ്ലം. നോക്ക്, വായിച്ചു നോക്കി. എന്താണ്? എ മാൻ ഓഫ് 70 kilogram സ്റ്റാൻഡ്സ് ഓൺ എ വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ്. എന്താണ്? ഒരു മൂവ് ചെയ്യുന്ന വെയിങ് സ്കെയിലിൽ നിൽക്കുകയാണ് മാൻ്റെ വെയിറ്റ് എത്രയാണ്? 70 kilogram ആണ്. എ അപ്വാർഡ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 10 meter per second, downward with a uniform acceleration of 5 meter per second square, upward with a uniform acceleration of 5 meter per second square. എന്താ കണ്ടുപിടിക്കേണ്ടത്? What would be the readings on the scale in each case? ഓരോ കേസിലുമുള്ള എന്തായിരിക്കും റീഡിങ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും നിങ്ങൾ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. ഒന്നാമത്തെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? മാസ് എത്രയാണ്? 70 kilogram ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് 70 kilogram ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ. എന്താണ്? അപ്വാർഡ്സ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 10 meter per second. എന്ത് തന്നിരിക്കുന്നുണ്ട്? അപ്വാർഡ് ആണെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്വാർഡ് ആണ്. പിന്നെന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? യെസ്, യൂണിഫോം മോഷനിലാണ്. ഈ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? യൂണിഫോം മോഷനാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ആക്സിലറേഷൻ. എന്താണ്? നോ ആക്സിലറേഷൻ. There is no acceleration means acceleration എന്താണ്? 0 ആണ്. That means case 1 അല്ലേ? case 1 acceleration 0 ആവുന്ന സമയത്ത് നമുക്ക് എന്തറിയാം? യെസ്, എൻ്റെ R is equal to mg ആണെന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ R is equal to എന്താണെന്ന് അറിയാം? mg ആണെന്ന് എനിക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തായിരിക്കും? എന്ത് റീഡിങ്സ് എന്തായിരിക്കും? പറയൂ. യെസ് mg ആണല്ലേ. എൻ്റെ മാസത്തിലാണ് 70 kilogram ആണ്. ജി ഇവിടെ ഞാൻ എന്താക്കാണ്? G is equal to 10 meter per second square എടുക്കുകയാണ്. ഓക്കെ, 9.8. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.8 തന്നെ എടുക്കണം. 10 എടുക്കാൻ പറഞ്ഞാൽ 10 എടുക്കാം. അതർവൈസ് നിങ്ങൾക്ക് എക്സാമിന് 9.8 എടുത്താൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. മീൻസ് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ പിന്നെ ഇവിടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് 10 എടുത്തേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? R is equal to എന്ത് കിട്ടും? യെസ്, മാസ് 17 into 10 അല്ലേ? ജി അല്ലേ? ജി എന്താണ്? 10 ആണ്. ദാറ്റ് ഈസ് 700 Newton ആയിരിക്കും. എന്തായിരിക്കും? 700 Newton ആയിരിക്കും. മനസ്സിലായോ? എങ്ങനെയാണ് എനിക്ക് ആക്സിലറേഷൻ 0 ആണെന്ന് മനസ്സിലായത് ഇവിടെ? യെസ്, ഇവിടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം യൂണിഫോം സ്പീഡാന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സ്പീഡ് ഓർ വെലോസിറ്റി ആവുന്ന കേസിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി ഇവിടെ അപ്വാർഡ് ഉണ്ടാവില്ല.
എന്താണ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാലോ, റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ എന്താക്കണം, യെസ് ആ സമയത്തും എൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞത്. നിങ്ങൾ അപ്വാർഡ് മോഷൻ കണ്ടിട്ട് നേരെ വേറെ ഏതെങ്കിലും കേസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ആൻസർ തെറ്റും. സോ ഈ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കാര്യം ഇവിടെ പക്കയായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, സെറ്റാണോ? സോ ആക്സിലറേഷൻ 0 ആണെന്ന് മനസ്സിലായി. 0 ആയുള്ള കേസ് നമുക്കറിയാം എന്താണ്, R is equal to mg ആണല്ലേ. എൻ്റെ വെയിറ്റിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. സോ എന്താണ് R is equal to mg, നേരെ പുട്ട് ചെയ്തു. G ഞാൻ ഇവിടെ 10 m/s² ആയിട്ടാണ് എടുത്തത്. സോ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 700 Newton എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡൗൺവാർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 m/s². എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡൗൺവാർഡ് ആണെന്ന് തന്നിട്ടുണ്ട്, വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ആണ്. സോ ബി എന്താണ്, ഡൗൺവാർഡ് മോഷൻ ആണ്, യൂണിഫോം ആക്സിലറേഷൻ എയിലാണ്. അങ്ങനെയാണ് നമ്മുടെ കേസ് 3 ആയിരുന്നു അല്ലേ, കേസ് 3. ദാറ്റ് മീൻസ് എൻ്റെ R is equal to എന്താണ്, m × g - a ആണ്, g - a ആണ്. ദാറ്റ് ഈസ് എന്താണ്, മാസ് എത്രയായിരുന്നു, മാസ് 70 അല്ലേ, 5 m/s. മാസ് 17 ആയിരുന്നു, ഇൻറ്റു 10 - 5. 10 - 5 എത്രയാണ്, ഇൻറ്റു 5, ദാറ്റ് ഈസ് 350 Newton. R is equal to എന്തായിരിക്കും, 350 Newton ആയിരിക്കും. ഓക്കെ, 350 Newton ആയിരിക്കും എന്ത്, എൻ്റെ R. എന്താണ് കേസ്, എങ്ങനെയാണ് മനസ്സിലായത് എനിക്ക്, യെസ് ഡൗൺവാർഡ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൗൺവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്കെന്ത് കിട്ടി, യെസ് R is equal to mg - a ആണ്, കാരണം ഡൗൺവാർഡ് എന്ന് പറഞ്ഞത് കൊണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, അപ്വാർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 m/s². ഇവിടെ എന്താണ്, അപ്വാർഡ് ആണ്, അപ്വാർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, കേസ് സി അപ്വാർഡ് ആണ്. അപ്വാർഡ് മോഷൻ എന്ന് പറയുമ്പം R is equal to m × g + a ആണ്. ദാറ്റ് ഈസ് 17 × 10 + 5, ദാറ്റ് ഈസ് 17 × 15. അതായത് എത്ര വരും, 1050 Newton അല്ലേ, 1050 Newton. 1050 Newton ആയിരിക്കും എന്ത്, എൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സെറ്റാണ്, ഒന്നുമില്ല. അപ്വാർഡ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്വാർഡ് മോഷൻ ആയതുകൊണ്ട് നമുക്കറിയാം എന്ത്, R is equal to m × g + a ആണ്. സോ ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ നമ്മൾ പുട്ട് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും, 1050 Newton എന്ന് കിട്ടും. നെക്സ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വുഡ് ബി ദ റീഡിംഗ് ഇൻ ദ ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ് ആൻഡ് ഇറ്റ് ഫോൾസ് ഡൗൺ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. എന്തായിരിക്കും, എന്താണ് ക്വസ്റ്റ്യൻ, യെസ് വാട്ട് വുഡ് ബി ദ റീഡിംഗ് ഇൻ ദ ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ്. ദാറ്റ് മീൻസ് എന്താണ്, വേറെ ഒരു ഫോഴ്സിന്റെയും എന്താണ് യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഇല്ല, ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഡി എന്തായിരിക്കും, ഏതെങ്കിലും രീതിയിലുള്ളത് ഉണ്ടാവോ, ഇല്ല. നമുക്കറിയാം എന്ത്, R is equal to 0 ആണെന്ന്. ഓക്കെ, ഈസി അല്ലേ, സിമ്പിൾ അല്ലേ. ഗ്രാവിറ്റേഷൻ അണ്ടർ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട, എന്താണ് അവിടെ 0 ആയിരിക്കും, നമ്മുടെ വെയിറ്റ് ഉണ്ടാവില്ല. ഫ്രീലി ഫോളിങ് ആണെന്നൊക്കെ പറഞ്ഞാൽ കൺഫേം ചെയ്തോളൂ നിങ്ങൾ, നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ, ഇനി ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. ഇക്വിലിബ്രിയം നമ്മൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും, ഇക്വിലിബ്രിയം അല്ലേ. ഇക്വിലിബ്രിയം എന്താണ് ശരിക്കും, ഒന്നുമില്ല, ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ അവയുടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കണം, യെസ് 0 ആയിരിക്കണം. ഒരു പോയിന്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം, യെസ് ആ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ സമ്മ് 0 ആയിരിക്കുന്ന സമയത്ത് ആ പോയിന്റിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അതായത് എന്തായിരുന്നു റിസൾട്ടന്റ് ഫോഴ്സ്, എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരുന്നു, ഓർമ്മയുണ്ടോ, നമ്മൾ പഠിച്ചതാണ്. യെസ് ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന് സമ്മാണ് റിസൾട്ടന്റ് ഫോഴ്സ് ഓർ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയാലാണെന്ത്, ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക. നോക്കി, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ മെക്കാനിക്സ് refers to the situation when the net external force on the particle is 0. അതായത് നെറ്റ് ഫോഴ്സ്, അതായത് ഒരു പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദാറ്റ് മീൻസ്
ഇതെൻ്റെ ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോ. ഇതിലേക്ക് എന്താണ് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാണ്, F1 ആൻഡ് F2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ പോയിന്റ് P കൊടുക്കാം. എൻ്റെ പോയിന്റ് P ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം അവിടെ? യെസ്, F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ മെക്കാനിക്സ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വെൻ ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് 0. പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സുകളുടെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് 0. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഓക്കെ, അതായത് എന്താണ് സം 0 എന്ന് വെച്ചാൽ എന്താണ്? പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷനിലായിരിക്കും. നമുക്കറിയാം എന്താണ് പോയിന്റ് P എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആവുക എന്ന് വെച്ചാൽ എപ്പോഴാണ് ആവുക? യെസ്, നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത്? യെസ്, എൻ്റെ ഒരു പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ദിസ് മീൻസ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷനിലായിരിക്കും. നോക്കൂ, ഞാൻ പറഞ്ഞു എന്ത്? എവിടെ എഴുതുക? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞു എന്ത്? ഒരു ബോക്സ് ഞാനിതിനാ രണ്ട് ഭാഗത്തുനിന്ന് F1 F2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും എപ്പോഴാണ്? യെസ്, F1 പ്ലസ് F2 എന്തായിരിക്കണം? യെസ്, അവയുടെ വെക്റ്റർ സം എന്തായിരിക്കണം? 0 ആകുമ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിടാം. F is equal to എന്തായിരിക്കും? മൈനസ് F2 ആയിരിക്കില്ലേ? ഈ F2 ഞാൻ എന്താക്കാണ്? ഇങ്ങോട്ട് എടുക്കുകയാണ്. ആ സമയത്ത് F is equal to F1 is equal to മൈനസ് F2 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? F1ന്റെ F2ന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെന്ത് മനസ്സിലായി? നെഗറ്റീവ് സൈൻ വന്നുല്ലേ? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് യെസ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. opposite direction and in same magnitude. Okay, same magnitude ആയിരിക്കും. മനസ്സിലായി? നോക്കൂതാ, the equilibrium requires two forces F1 and F2 acts on a particle. ഒരു പാർട്ടിക്കിളിലേക്ക് F1 F2 എന്ന് പറഞ്ഞിട്ട് രണ്ടും എന്താണ്? ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം ആവാനുള്ള ആവശ്യം എന്താണ്? യെസ്, F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്താവുക? ഇക്വിലിബ്രിയം ആവുക. സോ F2ന് ഞാൻ 0ന്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? F1 ഇസ് ഈക്വൽ ടു മൈനസ് F2 എന്ന് കിട്ടും. F1 ഇസ് ഈക്വൽ ടു മൈനസ് F2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ടു ഫോഴ്സസ് ഓൺ ദി പാർട്ടിക്കിൾ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതായത് രണ്ട് ഫോഴ്സസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റും ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത്? ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0 കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇനി വരയ്ക്കട്ടെ. ഇനി എന്താണ്? ഇതിപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസല്ലേ പറഞ്ഞത്. ഇനി ഒരു ഒബ്ജക്റ്റിലേക്ക് 3 ഫോഴ്സസ് ആക്ട് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. എന്താണ്? 3 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുക നോക്കാം. നമ്മൾ 3 ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. 3 ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ പോയിന്റ് P ആണ്. P എന്ന പോയിന്റിലേക്ക് എന്താണ്? 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ഒരു F1 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്? ഒരു F2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്? ഒരു F3 ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ P എന്ന് പറഞ്ഞ പാർട്ടിക്കിളിലേക്ക് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. F1 F2 ആൻഡ് F3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇത് എപ്പോഴായിരിക്കും ഇക്വിലിബ്രിയത്തിലാവുക? യെസ്, ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അവിടെ F1 പ്ലസ് F2 പ്ലസ് F3 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണ്ടേ? അതായത് ഈ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന
ഫോഴ്സുകളുടെ വെക്റ്റർ സമം എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാം. എന്താണ് കൺകറന്റ് ഫോഴ്സ്? കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാം. അതായത് ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണെന്ത്? കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. കൺകറന്റ് ഫോഴ്സുകളുടെ തുക എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഒരു പോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ്? ഇവിടെ F1ഉം F2 എന്താണ്? രണ്ട് ഫോഴ്സസ് കാണണം. അവ എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിട്ട് എന്താണ്? സം ആംഗിൾ മേക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? സം ആംഗിൾ മേക്ക് ചെയ്യുന്നു ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? റിസൾട്ടന്റ് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ ഈ F1 F2ന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മള്? യെസ്, പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ അല്ലേ? എന്താണ്? യെസ്, ഞാൻ ഒരു പാരലൽ കൺസ്ട്രക്ട് ചെയ്യണേ. ഓക്കെ, നോക്കൂ, നമ്മുടെ ടെയിൽ ഉണ്ടോ? സെയിം പോയിന്റിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഇതിന്റെ ഡയഗണൽ എവിടെ നിന്ന് വരയ്ക്കണം? യെസ്, ടെയിലുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഞാൻ എന്താക്കണം? ഇതിന്റെ ഡയഗണൽ വരയ്ക്കുകയാണ്. അതായത് ആക്ച്വലി ഞാൻ വരച്ച റെഡി ആയില്ല. ഒന്നും കൂടി കറക്റ്റ് പാരലലോഗ്രാം ആവുന്ന രീതിയിൽ വരച്ചത്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓക്കെ, F1 F2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യെസ്, എന്താണ്? റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഇതെന്താണ്? എൻ്റെ F1 F2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോഴ്സ് ഉണ്ട്. രണ്ട് ഫോഴ്സ് എന്താണ്? സം ആംഗിളിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലേ? രണ്ട് ഫോഴ്സുകൾ സം ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് ഈ F1 F2ന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ നോക്കൂ നിങ്ങൾ? സെയിംലെ ടെയിലുകൾ എന്താണ്? സെയിം പോയിന്റിലാണ് കൂടി ചെയ്യുന്നത്. സോ ആ സെയിം പോയിന്റിൽ തന്നെ എന്താണ്? ഞാൻ എൻ്റെ റിസൾട്ടന്റ് വരയ്ക്കുന്നു അല്ലേ? റിസൾട്ടന്റ് വരയ്ക്കുന്നു. ദിസ് ഈസ് മൈ റിസൾട്ടന്റ് F1 പ്ലസ് F2. നിങ്ങൾ നോക്കിയേ, എൻ്റെ ഈ റിസൾട്ടന്റും F3യും എന്താണ്? സെയിം F3 ആൻഡ് മൈ റിസൾട്ടന്റ് ആർ എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ്, സെയിം ഈക്വൽ എഴുതാം. സെയിം വരക്കാം, ഈക്വൽ എഴുതാം. ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. എൻ്റെ F3യും ആറും എന്താണ്? ഈക്വലും ഓപ്പോസിറ്റും ആണ്. സോ എന്താണ്? ദേ ക്യാൻസൽ ഈച്ച് അതർ. സോ എന്താവും അവ? ദേ ക്യാൻസൽ ഈച്ച് അതർ. അവ പരസ്പരം എന്താവും? ക്യാൻസൽ ആവും. അങ്ങനെ ആ സമയത്ത് എന്തായി? യെസ്, അവ ക്യാൻസൽ ആയി മീൻസ് 0 ആയി. ഈ F1 പ്ലസ് F2 ആണെന്ന് എൻ്റെ റിസൾട്ടന്റ് പ്ലസ് F3 ഇവ തമ്മിൽ ക്യാൻസൽ ഈച്ച് അതർ മീൻസ് എന്താണ്? 0 ആയി മാറി. ദാറ്റ് ഈസ് ഇവിടെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി മാറി. ദാറ്റ് മീൻസ് എന്ത് പറയാൻ പറ്റും? യെസ്, മൈ പോയിന്റ് P ഈസ് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. നോക്കിയേ, if three forces F1, F2 and F3 acts on a particle, the equilibrium requires, equilibrium എങ്ങനെയായിരിക്കണം? F1 plus F2 plus F3 is equal to എന്തായിരിക്കണം? 0-യിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ F3 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? യെസ്, F1 plus F2 is equal to minus F3 ആയിരിക്കും. ദാറ്റ് ഈസ് F1 plus F2 എന്താണ്? എൻ്റെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലേ? ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് പ്ലസ് F3 is equal to 0-ലാണ്. ദാറ്റ് ഈസ് റിസൾട്ടന്റ് is equal to minus F3. ഓക്കെ, അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ദ റിസൾട്ടന്റ് ഓഫ് എനി ടു ഫോഴ്സസ്, അതായത് ഇവിടെ നമ്മൾ F1ന്റെയും F2ന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എടുത്തു. The resultant of any two forces, say F1 and F2, obtained by the parallelogram of
law of forces must be equal and opposite to the third force F3. അതായത് 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ F1 F2 F3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫോഴ്സുകൾ എടുത്തു. അതിൽ F1ഉം F2വിന്റെ എന്താണ് റിസൾട്ടന്റ് കണ്ടുകൂടെ എങ്ങനെ ബൈ യൂസിങ് പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ. അത് കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടി? സം റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടിയേ. ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കണം? ആ റിസൾട്ടന്റ് ഫോഴ്സും തേർഡ് ഫോഴ്സ് ആയിട്ടുള്ള F3യും എന്തായിരിക്കണം? ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ സമയത്ത് F1 + F2 = -F3 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെന്നെങ്കിലോ? ഒരു പോയിന്റിലേക്ക് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. ഓക്കെ, കുറേ അധികം ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റും? യെസ്, F1 + F2 + F3 അങ്ങനെയുള്ള കുറേ Fn നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. Fn ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. F1 + F2 + F എന്താണ് എക്സെട്ര +Fn = 0 ആയിരിക്കണം. ഇങ്ങനെയാകുന്ന സമയത്താണ് അത് ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുള്ളൂ. മനസ്സിലായോ എന്താണ് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് വെച്ചാലും? ഒന്നുമില്ല, ഒരു പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഉണ്ടാവുമല്ലോ, അവയുടെ സം അല്ലെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അത് മനസ്സിലായോ? അത് മനസ്സിലായെങ്കിൽ 2 ഫോഴ്സുകൾ ഇപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് F1 F2 എന്ന് പറഞ്ഞിട്ട് 2 ഫോഴ്സുകൾ ഒരു പോയിന്റ് Pയിലേക്ക് ആക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ എപ്പോഴാണ്? F1 + F2 = 0 F1 + F2 0 ആവുമ്പോൾ എപ്പോഴാണ്? യെസ്, ആ 2 ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനും ആവുന്ന സമയത്ത്, അതായത് F1 = -F2 ആവുന്ന കണ്ടീഷനിൽ. ഇനി നേരെ മറിച്ച് 3 ഫോഴ്സുകൾ വരികയാണ്. 3 ഫോഴ്സുകൾ വരുന്ന സമയത്ത് എന്തായിരിക്കും? F1 + F2 + F3 = 0 ആകുമ്പോഴാണ് ആ പോയിന്റ് P ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ 3 ഫോഴ്സുകൾ ഉണ്ട് അല്ലേ? അതിൽ ഏതെങ്കിലും 2 ഫോഴ്സുകളുടെ റിസൾട്ടന്റ്, ഇവിടെ ഞാനിപ്പോൾ F1 F2 എടുത്തു. ആ F1ന്റെ F2വിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള R എന്താണ്? എൻ്റെ F3ക്ക് എന്തായിരിക്കണം? ഓപ്പോസിറ്റും ഈക്വലും ആയിരിക്കണം. അങ്ങനെയാകുന്ന സമയത്താണ് അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇനി n നമ്പർ ഓഫ് ഉണ്ടെങ്കിൽ F1 + F2 എക്സെട്ര +Fn = 0 ആയിരിക്കണം. ഐഡിയ കത്തിയോ നിങ്ങൾക്ക്? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്. ഓക്കെ, കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിലുള്ള കോമൺ ഫോഴ്സസ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, സിമ്പിൾ കാര്യങ്ങളാണ്. റെഡി അല്ലേ? പോവാലോ? ഒന്നുമില്ല, ഫോഴ്സസിന് നമുക്ക് എന്താണ്? there are 2 type of forces in mechanics. എന്താണ് 2 type of forces in mechanics? നമ്മുടെ മെക്കാനിക്സിൽ എന്താണ് മെയിൻ ആയിട്ട് 2 types of forces ആണുള്ളത്. ഏതൊക്കെയാണ്? കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, കോണ്ടാക്റ്റിൽ വരണം. 2 ബോഡീസ് ആണെങ്കിൽ അവ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണെന്ത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, 2 ബോഡീസ് കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ആണോ? ഓക്കെ, കോണ്ടാക്ട് ഫോഴ്സസ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. ഓക്കെ, നോക്കാം. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താണ്? 2 ബോഡീസും കോണ്ടാക്റ്റിലുള്ളപ്പോൾ വരുന്ന ഫോഴ്സസ് ആണെന്ത്? കോണ്ടാക്ട് ഫോഴ്സ്. എ കോണ്ടാക്ട് ഫോഴ്സ് ഓൺ എൻ ഒബ്ജെക്ട് അറൈസസ് ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് സം അതർ ഒബ്ജെക്ട്. സം അതർ ഒബ്ജെക്ട്, വേറൊരു ഒബ്ജക്റ്റുമായിട്ട് എന്താണ്? ഒരു ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണെന്ത്? കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രിക്ഷൻ. ഞാൻ എന്താണ്? യെസ്, എൻ്റെ ഒരു എന്തോ സംതിങ് ഞാൻ വലിക്കുകയാണ്, പുള്ളിയാണ്. പുള്ളിയുന്ന സമയത്ത് എൻ്റെ ഈ സർഫസും ബോഡിയും തമ്മിൽ ഇതാണ് എൻ്റെ അല്ലേ? ഇതാണ് എൻ്റെ ബോക്സ്. ഈ ബോക്സും എൻ്റെ സർഫസും തമ്മിൽ എന്താണ്? ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. സോ അവിടെ ഉണ്ടാവുകയാണെന്ത്? അവിടെയാണ് എൻ്റെ എന്തുണ്ടാവുക? എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക അല്ലേ? അവിടെയാണ് എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. സോ എന്ത് പറയാൻ പറ്റും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ടെൻഷൻ, ഞങ്ങൾ കിണറിന്നൊക്കെ വെള്ളം കോരുന്ന സമയത്ത് കയറിൽ ആക്ട് ചെയ്യുന്നതാണ് ടെൻഷനാണ് അവിടെ അല്ലേ? ടെൻഷൻ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. കയറിൽ സ്ട്രിങ്ങിലൊക്കെ ആക്ട് ചെയ്യുന്നത് ടെൻഷൻ ഫോഴ്സ് ആണ്.
ടെൻഷൻ ഫോഴ്സ് എന്താണ്? യെസ്, എക്സാമ്പിൾ ഫോർ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം നമ്മൾ യെസ് കയറിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്താണ് ആ കപ്പിയാണോ എന്തോ ബക്കറ്റ് കൊണ്ട് നമുക്ക് വെള്ളം കോരാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ എന്താണ് ടെൻഷൻ ഫോഴ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി സ്പ്രിംഗ് ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. സോളിഡ് ഓർ ഫ്ലൂയിഡ്, സോളിഡ് ആയിട്ടുള്ള സാധനത്തിൽ മാത്രമാണോ ഉണ്ടാവുക കോണ്ടാക്ട് ഫോഴ്സ്? അല്ല, ഫ്ലൂയിഡ് ആയിട്ടുള്ള ആളിലും എന്തുണ്ടാവും? യെസ്, കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവും. എയർ റെസിസ്റ്റൻസ് എന്താണ്? സം ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്, പക്ഷെ എയറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് അതെന്താണ്? എയറിലാണ് ഉണ്ടാവുന്നത്, സോളിഡിലല്ല. പക്ഷെ അതും എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി വിസ്കസ് ഫോഴ്സ് അല്ലേ? യെസ്, നമ്മുടെ ഹണി ഇതിലൊക്കെ ഇങ്ങനെ ഒഴുകുന്ന സമയത്തും അവിടെ ലെയേഴ്സിനിടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, അതാണ് വിസ്കസ് ഫോഴ്സ്. അതും എന്താണ്? യെസ്, സം കൈൻഡ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ സോളിഡിൽ മാത്രമല്ല കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവുക, ഫ്ലൂയിഡ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവും. സോ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായോ? യെസ്, ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണെന്ത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, ടെൻഷൻ, പിന്നെന്താണ്? ഫ്രിക്ഷൻ പറഞ്ഞു, സ്പ്രിംഗ് ഫോഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? കോണ്ടാക്ട് ഫോഴ്സസിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്? നോൺ കോണ്ടാക്ട് ആണല്ലേ, കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല. കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും അവിടെ എന്താണ്? ഒരു ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ക്യാൻ ആക്ട് അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റും, ഫോഴ്സ് ആക്ട് ചെയ്യും അതിലേക്ക്, വിത്തൗട്ട് ദ നീഡ് ഓഫ് എനി ഇന്റർവിങ് മീഡിയം. അതായത് അതിൻ്റെ ഇടയിൽ യാതൊരു തരത്തിലുള്ള മീഡിയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, മീഡിയം ഇല്ലെങ്കിൽ പോലും അവിടെ എന്താണ്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നിങ്ങൾ തെങ്ങിന്ന് തേങ്ങയൊക്കെ വീഴുന്ന കണ്ടിട്ടില്ലേ? തേങ്ങ പറിക്കാതെ തന്നെ തെങ്ങിന്ന് തേങ്ങ വീഴും. അതെന്തുകൊണ്ടാണ്? അവിടെ യാതൊരു തരത്തിലുള്ള എന്താണ്? കോണ്ടാക്ട് ഫോഴ്സും ഇല്ല അല്ലേ? നമ്മളും തേങ്ങയും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ത്? അവിടെ തേങ്ങയെ താഴോട്ടിടുന്നത്. അതെന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ്സ് എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നാണ്. യെസ്, ഞാനും ആ ക്യാമറയും തമ്മിൽ എന്താണ്? ഒരു അട്രാക്ഷൻ ഉണ്ട്. ഞാനും ചന്ദ്രനും തമ്മിൽ ഒരു അട്രാക്ഷൻ. ഞങ്ങൾ തമ്മിൽ അടുത്തല്ല ഉള്ളത് അല്ലേ? ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് പറയാം. ഇനി എവിടെ മായ്ക്കട്ടെ ഒന്ന്. മാഗ്നറ്റിക് ഫോഴ്സ്, അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയാലും ഇവയൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്? നിങ്ങളൊരു എന്താണ് കുറേ നെയിൽസ് വെച്ചിട്ട് അതിനെ മാഗ്നറ്റ് വെച്ച് അട്രാക്ട് ചെയ്യാണ്. അടുത്ത് പോയി അതിനെ തൊട്ട് നമുക്ക് അട്രാക്ട് ചെയ്യിക്കണമെന്നില്ല. കുറച്ച് സം ഡിസ്റ്റൻസിൽ വെച്ചാൽ പോലും ആ നെയിൽസ് എന്താണ്? യെസ്, നമ്മുടെ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും അല്ലേ? ദാറ്റ് മീൻസ് അവിടെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും വരുന്നില്ല. സോ സം ഡിസ്റ്റൻസിൽ നിന്നാണ് അവിടെ എന്താണ്? അവിടെ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. പിക്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ നോക്കൂ നിങ്ങൾ. ഒരു മാഗ്നറ്റും സം നെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ ഉണ്ടോ? ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് ആ നെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവ തമ്മിൽ എന്താണ്? ഇത്ര അടുത്തിട്ടൊന്നുമല്ല. ദാറ്റ് ഈസ് അതെന്താണ്? സം ഡിസ്റ്റൻസ് ഉണ്ട്. സോ കോണ്ടാക്റ്റിലല്ല ഉള്ളത്. ഇനി എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ആപ്പിൾ താഴോട്ട് വീഴുന്നു. എന്താണ്? നമ്മൾ പോയി പറിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? എന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നിങ്ങൾ +2 ചെറുപ്പത്തിൽ നിങ്ങൾ മാജിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. സ്കെയിൽ തലയിൽ ഉരച്ചിട്ട് നമ്മൾ പേപ്പർ സ്ട്രിപ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യിക്കാറുണ്ട് അല്ലേ? അതെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അവിടെ എന്താണ്? പേപ്പർ സ്ട്രിപ്പിന് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യുക. അല്ലാതെ അതിൻ്റെ അടുത്ത് പോയി അതിന് തൊട്ടിട്ടല്ല. അവിടെ എന്താണ്? സം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, സോ കോണ്ടാക്ട് എന്താണ്? നോൺ കോണ്ടാക്ട് എന്താണ്? മനസ്സിലായോ? ടെൻഷൻ ഫോഴ്സ് കണ്ടില്ലേ? രണ്ടാൾക്കാർ കയറ് പിടിച്ചു വലിക്കുകയാണ്. ആ പിടിച്ചു വലിക്കുന്ന സമയത്താണ് അവിടെ ടെൻഷൻ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ വെറും കയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? യാതൊരു തരത്തിലുള്ള ഫോഴ്സും ഉണ്ടാവില്ല. എന്താ? ഇത് ഫ്രിക്ഷണൽ ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഒരു കുട്ടി എന്താണ്? സം സർഫസിലൂടെ
നീങ്ങുകയാണ്. അങ്ങനെ ആ സമയത്തും ഈ സംഭവവും ഇല്ലേ, ഈ കുട്ടി പോകുന്ന ഈ വെഹിക്കിളും നമ്മുടെ സർഫസും തമ്മിൽ എന്താണ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. സോ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ഫ്രിക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഈ പെന്നിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നത്, ഓടാൻ പറ്റുന്നത്. പോട്ടെ, എനിക്ക് ഈ ബോർഡിൽ പെന്ന് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ബുക്കിൽ എഴുതാൻ പറ്റുന്നത് ഒക്കെ എന്താണ്, യെസ്, ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല, സ്ലിപ്പായിട്ട് വീഴും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐസിലൂടെയൊക്കെ നടക്കുന്നത് ആലോചിച്ച് നോക്കാൻ പറ്റും. എന്താണ്, അവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടാണല്ലേ, സ്ലിപ്പായി വീഴും നമ്മൾ. സോ എന്താണ്, ഫ്രിക്ഷൻ എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ കുറേ ഡിസഡ്വാൻറ്റേജസ് ആർക്കുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അതൊക്കെ വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ എന്താണ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ആണ്, ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എന്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഒബ്ജക്റ്റുകൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. സോ എന്തായിരിക്കണം, രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിൽ ഉണ്ടാവണം. സോ രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിൽ ഉണ്ടാവുന്ന സമയത്തും ആ സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഇസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ്, ഓക്കെ, ദാറ്റ് ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്തും അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ആര്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റുകൾ മോഷനിൽ വരുന്ന സമയത്തും ആ മോഷൻ ഒപ്പോസ് ചെയ്യാനുള്ള ആരാണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ? ഫ്രിക്ഷൻ സെറ്റാണോ? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരാൾ പുഷ് ചെയ്യാണ്, ശക്തി എടുത്ത് പുഷ് ചെയ്യാണ്. പക്ഷെങ്കിൽ ഈ പുഷിന് ഒപ്പോസ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഒപ്പോസ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട്, ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ്, അതാണെന്ത്, ആ ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും. നിങ്ങൾ വിചാരിക്കുന്ന മോഷനുള്ള ഒരു ബോഡിക്ക് മാത്രമാണോ ഫ്രിക്ഷൻ ഉണ്ടാവുക? ആണോ? അല്ല. ഞാൻ ഇപ്പൊ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കും ഒരു ഫ്രിക്ഷൻ ഉണ്ട്. മോഷനുള്ള ബോഡി അല്ലെങ്കിൽ മോഷന് ടെൻഡൻസി ഉള്ള ബോഡിക്കോ അവിടെ ഫ്രിക്ഷൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. There are two types of friction, static and kinetic friction. ഫസ്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലേക്ക് പോവാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാവുന്ന, അല്ലെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല. മൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കുന്ന സമയം തൊട്ടും മൂവ് ചെയ്യുന്നത് വരെയുള്ള ആ കണ്ടീഷനുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഫ്രിക്ഷൻ ആണെന്ത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is the frictional force that comes into play between two surfaces in contact when they are not in motion. കേട്ടോ, not in motion, മോഷനിലായിരിക്കില്ല അവ. ഓക്കെ, മോഷനിൽ ഇല്ലാത്ത സമയത്ത് രണ്ട് ബോഡികൾ കോണ്ടാക്റ്റിൽ വന്നാൽ അവരുടെ സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ എഫ് സഫിഷ്യൻ്റ് ആയിട്ടാണ് എസ് എഴുതേണ്ടത്. ഇങ്ങനെയല്ല, എഫിന് സഫിഷ്യൻ്റ് ആയിട്ട് എസ് എഴുതണം. ഓക്കെ, static friction is the frictional force that comes into play between two surfaces in contact when they are not in motion. Okay, motion with respect to each other. ഒന്ന് മറ്റേതുമായിട്ട് മൂവ്മെന്റ് ഇല്ലാത്തപ്പം ആ രണ്ട് ബോഡികൾക്കിടയിൽ ഉണ്ടാകുന്ന സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ എഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. എന്താണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് മീൻസ്? അതായത് നമ്മളിപ്പം കുറേ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. അതായത് ഇപ്പൊ ഞാനിപ്പം ഒരു ടേബിൾ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാനൊരു ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ആ ഒരു ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഈ ബോഡി അനങ്ങുന്നില്ല. കാരണം എന്താണ്? യെസ്, അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. 1 ന്യൂട്ടണിൽ തന്നെ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. 1 ന്യൂട്ടണിൽ തന്നെ. ആ 1 ന്യൂട്ടൺ ഞാനിപ്പോൾ ഒരു 2 ന്യൂട്ടൺ ആക്കി. 2 ന്യൂട്ടണിലാക്കിയ സമയത്തും അനങ്ങുന്നില്ല അവിടെ. കാരണം
യെസ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 2 ന്യൂട്ടണിൽ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. 3 ന്യൂട്ടൺ ആക്കുമ്പോഴും 4 ന്യൂട്ടൺ ആക്കുമ്പോഴും എന്താണ് ആ സമയത്തൊക്കെ എന്താണ് എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. എന്താണ് സം പോയിന്റ് ഇപ്പോൾ ഒരു 8 ന്യൂട്ടൺ ഫോഴ്സ് വരെ ഞാൻ അപ്ലൈ ചെയ്തു. ആ സമയത്ത് പോലും എൻ്റെ ബോഡി അനങ്ങുന്നില്ല. കാരണം എന്താണ്, എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 8 ന്യൂട്ടണിലാണുള്ളത്. ആ 8 ന്യൂട്ടണിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബോഡി എന്താണ് അനങ്ങി. എൻ്റെ ബോഡി അനങ്ങി. അതിനുശേഷം എന്താണ്, അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല. ഓക്കെ, അതിനുശേഷം അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് നോട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതെന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, അതാണ് നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ആ ഫ്രിക്ഷണൽ ഫോഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്താൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. കീപ് ദ ബോഡി അറ്റ് റെസ്റ്റ്. എന്തിനാണ്? യെസ്, ആ ബോഡീനെ റെസ്റ്റ് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസരിച്ച് തന്നെ എന്താവും, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, the maximum static friction that developed between two surfaces in contact is called limiting static friction. ഓക്കെ, എന്താണ് ദ മാക്സിമം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, എന്താണ്? യെസ്, ഇത് ഫോഴ്സ് കൊടുത്ത് നീങ്ങുന്നില്ല, എൻ്റെ ബോഡി നീങ്ങുന്നില്ല. അങ്ങനെ 8 ന്യൂട്ടൺ വരെ അപ്ലൈ ചെയ്തു, എന്നിട്ട് പോലും എന്താണ്, എൻ്റെ ബോഡി നീങ്ങുന്നില്ല. ശേഷം ഞാൻ എന്താണ്, ഒരു 8.1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. 8.1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ എന്തായി, എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. സോ അതിന് മുമ്പ് വരെ ഞാൻ കൊടുത്തതിൽ ഏറ്റവും മാക്സിമം ഫോഴ്സ്, ഞാൻ എൻ്റെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ കൊടുത്തതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ കൊടുത്തതിൽ ഏറ്റവും മാക്സിമം ഫോഴ്സ് ആണെന്ത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. അതായത് ഇവിടുത്തെ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും, 8 ന്യൂട്ടൺ ആയിരിക്കും. കാരണം 8 ന്യൂട്ടൺ വരെ എന്താണ്, അനങ്ങിയിട്ടില്ലല്ലേ, എന്താണ്, റെസ്റ്റ് തന്നെ കണ്ടിന്യൂസ് ചെയ്യാണ്. സോ 8 ന്യൂട്ടൺ ആണെന്ത്, ഇവിടുത്തെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ. കാരണം എന്താണ്, അതാണ് ഏറ്റവും മാക്സിമം ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനുശേഷം അല്ലെ 8.001 പോലും എന്താണ്, ആ ബോഡി അനങ്ങി. ശേഷം അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ അത് നീങ്ങുന്നതിന് മുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വരെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏറ്റവും മാക്സിമം ഉള്ള ഏതാണോ അതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു ബോഡി അനങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതായിരിക്കുമല്ലോ ഏറ്റവും മാക്സിമം. കാരണം അതിനുശേഷം എന്തായി, അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറി. സോ ഏറ്റവും മാക്സിമം ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, FS മാക്സിമം. എങ്ങനെയാണ്? FS മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, F സഫിഷ്യൻ്റ് ആയിട്ട് വരണേ, FS മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ദ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ കോണ്ടാക്ട് ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒന്നുമില്ല, അത് ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ കൊടുത്ത ഏറ്റവും മാക്സിമം ആയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സർഫസിനും ബോഡിക്കും ഇടയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഏറ്റവും മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാലും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. കാരണം മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. So maximum static friction or limiting static friction is directly proportional to normal reaction. Normal reaction എന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? യെസ്, നമ്മൾ സർഫസിലേക്ക് ഒരു വെയിറ്റ് കൊടുക്കുകയാണ് അല്ലേ, ആ വെയിറ്റിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് എന്താണ്, സർഫസ് നമ്മളിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് തരുന്നു. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. ഇറ്റ്സ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്താണ് പറയുക, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഈസ് FS മാക്സിമം എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. R or N എടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇറ്റ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അതായത് നോർമൽ റിയാക്ഷൻ അനുസരിച്ച് എന്ത് മാറും, ഇതിന്റെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറുമെന്നർത്ഥം.
അതായത് ഈ പ്രപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കോഎഫിഷ്യന്റ്, ഒരു എന്താണ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാണ്, ദാറ്റ് ഈസ് മ്യൂ. അതാണ് മ്യൂ, ദാറ്റ് ഈസ് Fs maximum is equal to mu n, mu s കൊടുക്കാം, mu s n, mu s ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ mu s n, Fs maximum is equal to mu s n. So ഈ mu s is known as coefficient of static friction. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് ഈ മ്യൂഎസ് അറിയപ്പെടുന്നത്. എന്താണ് മ്യൂഎസ്? മ്യൂഎസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ. ഓക്കെ, മ്യൂഎസ് എന്താന്ന് ചോദിക്കും നിങ്ങളോട്. മ്യൂഎസ് എന്താണ്? ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് സ്റ്റാറ്റിക് friction to the normal reaction. ഇതാണെന്ത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെ വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദ നോർമൽ റിയാക്ഷൻ. നോക്കൂ, അതായത് ഇതിൽ എനിക്ക് മ്യൂഎസ് എങ്ങനെ എഴുതാം? യെസ്, F s maximum divided by normal reaction n. ഇതിക്കൂടെ, അതായത് അതിനെയാണ് ഞാൻ ഇങ്ങനെ ഡെഫിനിഷൻ വൈസ് മാറ്റിയത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. മ്യൂഎസ് ഇസ് ഈക്വൽ ടു Fs n maximum. ഓക്കെ, Fs n maximum. മ്യൂഎസ് ഇസ് ഈക്വൽ ടു Fs n maximum divided by normal reaction, that is the ratio of the limiting static friction to the normal reaction. Set allada. Fs maximum is directly proportional to normal reaction ആണെന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ ഇത് വേണ്ട കേട്ടോ, ഇക്വേഷൻ 4 NCERT-ലെ സെയിം ഇക്വേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഇക്വേഷൻ ആണിത്. എന്ത്? Fs maximum is equal to mu s n എന്ന് പറയുന്നത്. ഓ നമുക്ക് എങ്ങനെ എഴുതാം? Fs maximum greater than or equal to mu s n. ഓക്കെ, mu s, ഇത് യു എസ് അല്ലേ, mu s ആണിത്. mu സഫിഷ്യൻ്റ് ആയിട്ട് എസ്. mu s is called coefficient of static friction. എന്താണ്? coefficient of static friction. മ്യൂസ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. മ്യൂസ് ഇസ് ഈക്വൽ ടു എഫ് എന്താണ് ഞാൻ സഫിഷ്യൻ്റ് ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു, Fs മാക്സിമം ഡിവൈഡഡ് ബൈ n. അതാ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മ്യൂസ് ഇസ് ഈക്വൽ ടു, താഴെ വേണേൽ എഴുതാം, ഒന്നുകൂടി എഴുതാം. മ്യൂസ് നിങ്ങൾ നോക്കണ്ട. Fs ഇസ് ഈക്വൽ ടു Fs മാക്സിമം ഡിവൈഡഡ് ബൈ Fs maximum divided by n. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഒന്നുമില്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്താണ്? യെസ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന, അല്ലേ, അല്ലെങ്കിൽ എന്താണ് മോഷനിൽ ടെൻഡൻസി കാണിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ്. അതായത് നോർമൽ റിയാക്ഷൻ മാറുന്ന സമയത്ത് എന്ത് മാറും? യെസ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഏറ്റവും മാക്സിമം ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എന്ത്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാക്സിമം ഫോഴ്സ്, അതിന് എന്താണ് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആളാണ് ആര്? യെസ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൽ റെസ്റ്റ് ഉള്ള ബോഡിക്ക് ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ത്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ Fs maximum എന്ന് പറയുന്നത്. ഈ Fs maximum ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ്. സോ ആ നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊണ്ടുവന്നു? യെസ്, മ്യൂഎസ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മ്യൂഎസ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂഎസ് ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് Fs maximum ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? n എന്ന് കിട്ടി.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അനുസരിച്ച് എന്താണ് ഇവിടെ ഇതും മാറും. എന്ത് മാറും? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സും മാറും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഇനി നിങ്ങളോട് എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതാണിത്. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി അപ്പാരന്റ് ഏരിയ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. അതായത് സർഫസിന്റെ ഒരു ഒബ്ജക്റ്റ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്റ്റാറ്റിക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ആണ് ഓഫ് ദി പാരന്റ് ഏരിയ. ഓക്കെ, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഒരു 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 ഓക്കെ, ഒരു കല്ല്, ഒരു ചെറിയൊരു കല്ല്. ഈ ചെറിയ കല്ല് ഞാനിപ്പോ ഒരു വേറെ കളറാക്കരുത്. ഓക്കെ, ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. എനിക്ക് റെസ്റ്റിലാണുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ഇതിനെന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടും? യെസ്, എനിക്കൊരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടില്ലേ? അതും എത്രയാണ്? 5 ന്യൂട്ടൺ തന്നെയാണ് ഓപ്പോസിങ് ഫോഴ്സിൽ. അതായത് എൻ്റെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ന്യൂട്ടൺ ന്യൂട്ടനാണ്. ഇനി നേരെ മറിച്ച് ഓക്കെ, ഇത്ര വലിയൊരു കല്ലെടുത്തു. സെയിം സർഫസ് ആണ്, സർഫസിലൊന്നും ഒരു മാറ്റമില്ല. സെയിം കല്ലെടുത്തു. ഇതിലേക്ക് എന്താണ് 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും? യെസ്, 5 ന്യൂട്ടൺ തന്നെയായിരിക്കും. അല്ലാതെ ഇത് വലിയ കല്ലാണ്, ഇതിന് ഏരിയ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, ഏരിയനെ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ കൂടിയാലും വലുതായാലും ചെറുതായാലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചുള്ള ബോഡീനെ റെസ്റ്റിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം കുറേ തവണ എടുത്ത് പറയാൻ കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. നെക്സ്റ്റ്, എന്തിനു മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. നാച്ചർ ഓഫ് ദി സർഫസിന് മാത്രമേ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. സർഫസുമായിട്ട് കോണ്ടാക്റ്റിലുള്ള നാച്ചർ, ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിലുള്ള സർഫസിന്റെ നാച്ചറിനെ മാത്രമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, നമ്മുടെ എഫ് ഓർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ റോഡിലൂടെ ഇതെൻ്റെ റോഡിലൂടെ ഞാൻ ഒരു കല്ലിനെ ഉരുട്ടി വിടുകയാണ്. ഓക്കെ, റോഡിലൂടെ കല്ലിനെ ഉരുട്ടി വിടുകയാണ്. ഇനി ഞാൻ എൻ്റെ ടൈൽസിലൂടെ ഞാൻ എൻ്റെ കല്ലിനെ ഉരുട്ടി വിടുകയാണ്. ഇനി ഐസിൻ്റെ ഐസ് ക്യൂബ്, വലിയൊരു ഐസ് ക്യൂബിലൂടെ ഞാൻ എൻ്റെ കല്ലിനെ ഉരുട്ടി വിടുകയാണ്. നിങ്ങൾ പറഞ്ഞ ഏതിലായിരിക്കും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക? ഉരുട്ടി വിടുന്നതിന് മുമ്പ് വരെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഉരുട്ടി വിടുന്നതിന് മുമ്പ് വരെ റെസ്റ്റിലാണ്. ഏറ്റവും മാക്സിമത്തിന് ശേഷം ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണത് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുക അല്ലേ. സോ ഏതിലായിരിക്കും ഏറ്റവും ഗ്രേറ്റർ എഫ് എസ് ഉണ്ടാവുക? ഓഫ്കോഴ്സ് ആയിട്ടും എവിടെയായിരിക്കും? റോഡിലായിരിക്കും. കാരണം റോഡിലാണെന്ത് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് അവിടെയാണ് കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അതിലും കുറവ് ഇതിലായിരിക്കും? ടൈൽസിലായിരിക്കും. ഏറ്റവും കുറവ് ഇതിലായിരിക്കും? ഐസിലായിരിക്കും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി സർഫസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, നമ്മുടെ നാച്ചർ ഓഫ് ദി സർഫസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവരുത്. നെക്സ്റ്റ്,
നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പിക്ചർ തന്നിട്ടുണ്ട്. ഒരാളെന്താണ് ഒരു സം ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാണ്. ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണ്. ഒബ്ജക്റ്റ് എന്താണ് റെസ്റ്റിലാണ്. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈസ് അപ്പോസിങ് ദ പുഷ് ടു പ്രിവെന്റ് ദി മോഷനെ തടയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കാരണം ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണ്. ദാറ്റ് ഈസ് ഇവിടെ v is equal to 0 വെച്ചാൽ അവിടെ മോഷൻ ഇല്ല. ഇനി എന്താണ് പുഷ് ചെയ്ത് സം എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ കൂടുതലായാൽ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലും കൂടുതലായാൽ എന്തായി, എൻ്റെ ഒബ്ജക്റ്റ് എന്തായി മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലയോ. അതായത് ഒബ്ജക്റ്റ് ഈസ് അറ്റ് ആക്സിലറേറ്റിംഗ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകൾ എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ FK. ഓക്കെ, FK എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ് ഇൻ കോണ്ടാക്ട് ഈസ് കോൾഡ് കൈനറ്റിക്. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ നോക്കണ്ട, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് രണ്ട് ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് എന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ FK എന്ന് പറയുന്നത്. ഓക്കെ, ഡിനോട്ടഡ് ബൈ F സഫിഷ്യന്റ് K ആണ്. ഓക്കെ, F സഫിഷ്യന്റ് K. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇതേപോലെ തന്നെ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതാണിത്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി കോണ്ടാക്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി. അതേപോലെ തന്നെ എന്തിനാണ്, മോഷനിലാണല്ലേ, മോഷനിലാകുന്ന സമയത്ത് വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റിയെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി എന്ന് പറയാത്തത്? യെസ്, അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. മോഷൻ ആവുന്ന സമയത്ത് കൈനറ്റിക് ഫ്രിക്ഷനിലാണ്. മോഷൻ ആവുന്ന സമയത്താണല്ലോ അവിടെ എന്താണ് വെലോസിറ്റി ഒക്കെ ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് എന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി കൂടിയാലും കുറഞ്ഞാലും ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഒരു പ്രശ്നമില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ FK വാരീസ് വിത്ത് ദി നോർമൽ ഫോഴ്സ്. നേരത്തെ പോലെ തന്നെ FK is directly proportional to normal force ആണ്. നേരത്തെ പോലെ തന്നെ FK is equal to R ഇൻഡ്യൂസ് ചെയ്യാണ്, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ വരും. FK ഇൻഡ്യൂസ് ചെയ്യാണ്. സോ mu K, and that is mu K is equal to FK divided by N. Okay, FK divided by N. mu K is equal to FK. mu K സഫിഷ്യന്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഓക്കെ, സോറി, ഇതല്ല ഇത്. ഓക്കെ, സഫിഷ്യന്റ് ആയിട്ടാണ് വരുന്നത്. FK ഇങ്ങനെ വരണം, ഇങ്ങനെയല്ല. ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെയല്ല. K സഫിഷ്യന്റ് ആയിട്ട് താഴെ വരണം. FK is equal to mu K into N. That is mu K. Mu K is equal to FK divided by N. That is mu K the coefficient of kinetic friction. Depends only on the surface in contact. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫസിന്റെ നേച്ചർ മാത്രമാണ് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. യെസ്, കൈനറ്റിക് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. mu K is less than mu S. mu K എന്താണ്, mu K is less than mu S. അതായത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടും കുറവാണ്. അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് നമുക്ക് കൂടുതലുള്ളത്, കൈനറ്റിക് ഫ്രിക്ഷൻ കുറവാണ്. നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും എന്താണ് സ്റ്റോപ്പായി പോയിട്ടുള്ള റെസ്റ്റിലിരിക്കുന്ന കാറൊക്കെ തള്ളുന്ന സമയത്ത് നിങ്ങൾ അത് മോഷനിലേക്ക് ആക്കി കൊണ്ടുവരാൻ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് കൊടുക്കേണ്ടി വരും, ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലേ. കാരണം എന്താണ്, നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അതുവരെ ആക്ട് ചെയ്യുന്നത്. മോഷൻ വരുന്നത് വരെ ആക്ട് ചെയ്യുന്നത് ആരാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷനെയും കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മോഷൻ, അതായത് ആ ഒരു കാർ മൂവ്മെന്റിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കുറേ ഫോഴ്സ് കൊടുക്കാം. തള്ളുന്ന സമയത്ത് നമ്മൾ കുറേ നല്ല ഫോഴ്സ് കൊടുത്ത് തള്ളേണ്ടി വരും. പക്ഷെ ഒന്നും ജസ്റ്റ് ഒന്ന് മൂവ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലേക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് നേരത്തെ കൊടുത്ത അത്ര ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരില്ല.
ഓക്കെ, നേരത്തെ കൊടുത്ത അത്ര ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താണ്? കൈനറ്റിക് ഫോഴ്സ് ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ആര്? അയ്യോ, ഓക്കെ ഓക്കെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ മനസ്സിലായ? മൂവ് ചെയ്ത് തുടങ്ങിയാൽ അല്ലെ രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർഫസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ Fk എന്ന് പറയുന്നത്. കൈനറ്റിക് ഫ്രിക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ആണ്. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി ആണ്. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർഫസ്. ഓക്കെ, നേച്ചർ ഓഫ് ദി സർഫസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ മ്യൂ കെ അല്ല, Fk, അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് Fk ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ. അതായത് എന്താണ്? മ്യൂ കെ ഈസ് ഈക്വൽ ടു Fk ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, എന്താണ് മ്യൂ കെ? ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താ പറയാ? മ്യൂ കെ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കൈനറ്റിക് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് കൈനറ്റിക് ഫ്രിക്ഷനിൽ പറഞ്ഞത്. മ്യൂ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. മ്യൂ കെ എന്താണ്? കുറവാണ് മ്യൂ എസിനെയും കാട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ്? ഡിറ്റർമൈൻ ദി മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈങ് on its floor will remain stationary given that the coefficient of static friction between the box and the train's floor is 0.15. എന്താ പറഞ്ഞത് പറഞ്ഞേ? അതായത് മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ ഒരു ആക്സിലറേഷനിൽ പോവുകയാണ്. ഈ ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെന്താണ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഇപ്പം റെസ്റ്റിലാണുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിച്ച് എ ബോക്സ് ഫ്ലൈയിങ് ഓൺ ദിസ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി, മീൻസ് റെസ്റ്റിലാണ്. Given that the coefficient of static friction between the box and the train's floor is 0.15. Coefficient of static friction, that means എന്താണ്? mu s is equal to 0.15 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, mu s is equal to 0.15 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് എന്തറിയാം? എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? mu s n ആണല്ലോ, അല്ലേ? mu s n ആണെന്ത്? എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? mu s n ആണ്. അതായത് എനിക്ക് എന്തറിയാം? നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെടാ മക്കളെ? എന്താണ് നോർമൽ റിയാക്ഷൻ? നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു വെയിറ്റ് അല്ലേ? അതായത് ഈ ഒബ്ജക്റ്റ് എന്താണ്? യെസ്, ഇതിന്റെ സർഫസിലേക്ക് കൊടുക്കുന്ന വെയിറ്റിന് ഈക്വൽ അല്ലേ എൻ്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ഞാൻ എന്താക്കാണ്? എൻ്റെ നോർമൽ റിയാക്ഷൻ വരെ ഞാൻ എന്ത് കൊടുക്കുകയാണ്? വെയിറ്റ് mg എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, mg എന്ന് കൊടുക്കുകയാണ്. ഇനി ഈ എന്നിന് പകരം എന്താക്കുകയാണ്? mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? Fs is equal to mu s mg എന്ന് കിട്ടില്ലേ? mu s mg എന്ന് കിട്ടും. സെക്കൻഡ് ലോ പ്രകാരം എനിക്ക് എന്തറിയാം? യെസ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma ആണെന്നറിയാം, അല്ലേ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma ആണ്. സോ ഇതും എന്താണ്? ഒരു ഫോഴ്സ് അല്ലേ? സോ ആ ഫോഴ്സിന് പകരം ഞാൻ എന്ത് എഴുതാണ്? ma എന്ന് എഴുതാൻ പോവുകയാണ്. സോ ഈ ഫോഴ്സിന് പകരം ma is equal to എന്താണ്? സോറി, ഇതല്ല, എന്താണ്? യെസ്, mu s mg ആണ്. is equal to mu s mg. ഇനി എന്താണ്? ഒരു m വെച്ച് ഞാൻ ത്രൂ ഔട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ത്രൂ ഔട്ട് m വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ma ഡിവൈഡഡ് ബൈ m is equal to mu s mg ഡിവൈഡഡ് ബൈ m. അതായത് m-ഉം m-ഉം ഈ m-ഉം ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mu s g എന്ന് കിട്ടും. എന്ത് കിട്ടും? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mu s g എന്ന് കിട്ടും. അതായത് g ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓ, നിങ്ങൾക്ക് എന്താണ്? g ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. എക്സാമിൽ ഞാൻ അധികവും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാനാണ് നിങ്ങളോട് പറയുക. കാരണം 9 ആണല്ലോ എക്സാക്ട് വാല്യൂ. സോ നിങ്ങൾ അതെടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും. കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നാലും കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, 10
എനിവേ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മ്യൂസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? യെസ് 0.15 ആണ്. അതായത് 0.15 ഇൻറ്റു ജി എന്താണ്? 9.8. അതായത് എന്ത് കിട്ടും? 0.15 ഇൻറ്റു 1.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആണോ എടാ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ 1.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി 10 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഏത് ആക്സിലറേഷനാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് ആൻസർ ഷീറ്റിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും റൈറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതണം. മാസ് ഈക്വൽ ടു ഇതാണ്, ജി ഇസ് ഈക്വൽ ടു ഇതാണ്. ഓക്കെ, അതായത് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? യെസ്, എ ഇസ് ഈക്വൽ ടു 1.47 മീറ്റർ പെർ സെക്കൻഡിലാണ് എൻ്റെ എന്ത് പോകുന്നത്? എൻ്റെ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ ബോക്സ് എന്തിലുള്ളത്? യെസ്, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്. ഇനി എൻ്റെ ഈ 1.47 മീറ്റർ പെർ സെക്കൻഡിലും ആക്സിലറേഷൻ കൂടിയാൽ എന്താവും? യെസ്, ഈ ഒബ്ജക്റ്റ് എന്താവും? മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണ്? ഈ ബോഡി റെസ്റ്റിൽ നിൽക്കാൻ കാരണം ആരാണ്? യെസ്, FS എൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അല്ലേ? അതായത് മാക്സിമം ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് 1.47 എന്ന് പറയുന്നത്. ഇതിലും കൂടിയാൽ എന്താവും? അത് ആ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും, അതായത് കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. ഈ ബോഡി എന്താവും? മൂവ് ചെയ്യാനും തുടങ്ങും. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് എന്താണ്? ബോഡി ഓൺ ഇൻക്ലൈൻഡ് സർഫസ്, അങ്ങനെ ബാങ്ക്ഡ് റോഡിന്റെ ഇക്വേഷൻസ്, അങ്ങനെ കുറച്ച് ഡെറിവേഷൻസ് ആണ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, സോ ദ ബെസ്റ്റ്, ബൈ.